Thank you, Jesus. ദൈവം യോജിപ്പിച്ചു നമ്മെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു. ദാനമാം മക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം. വിശുദ്ധ വീതി സ്വർഗ്ഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം. ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ഈ യാത്രയിൽ ഇവിടെ ഇതാ ഏഞ്ചൽസ് ആർമി നിങ്ങൾക്കായി ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഞാൻ മനു, ഇതെൻ്റെ ഭാര്യ എൽറിയ. ഞങ്ങൾക്ക് ഇന്ന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഷീ ഈസ് കറൻ്റ്ലി ക്യാരിങ്. ഈ ഒരു സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുവാവേനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഈ ജനറേഷനിലുള്ള ഞങ്ങളുടെ പ്രായത്തിലുള്ള കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? ഇറ്റ്സ് ടു ഏർലി? ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ കുറേ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജനറേഷനിലെ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ്. ഇത് എന്നാണ് വാവേനെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, എന്നാണ് ഇതിനു വേണ്ടി ഒരുങ്ങേണ്ടത്, ഇതൊരു മെയിൻ ഒരു ഫാക്ടറായിട്ട് നിൽക്കുകയാണെന്ന് എന്ന് തോന്നുന്നുണ്ട്. സോ എപ്പോഴാണ് കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്, എപ്പോഴാണ് കുഞ്ഞിന് വേണ്ടി സ്വപ്നം കാണേണ്ടത് എന്നുള്ള അതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. അതിനായിട്ട് നമ്മൾക്ക് ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. നോബി ചേട്ടൻ മെഡിക്കൽ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നു. പൊന്നു ചേച്ചി ഹോം മേക്കറാണ്. ഇവർക്ക് 3 കൊച്ചുങ്ങളാണ്, ഒരു ആൺകൊച്ചും 2 പെൺകൊച്ചുകളും. സോ വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. പൊന്നു ചേച്ചി, എപ്പോൾ തൊട്ടാണ് പൊന്നു ചേച്ചിക്ക് ഒരു വാവയെ കൊച്ച് സ്വപ്നം കാണാനൊക്കെ ആയിട്ട് സാധിച്ചത്? എപ്പോൾ തുടങ്ങിയാണ് അങ്ങനെ ചേച്ചിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്? ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ബിഗ് ഫാമിലീസിനെ കാണുമ്പോൾ ഞങ്ങൾ അപ്പനോടും അമ്മേനോടും ചോദിക്കുമായിരുന്നു ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൂടുതൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടായില്ല എന്ന്. അപ്പോൾ അമ്മ പറയും നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രസവം നിർത്തി, അപ്പോൾ ഇനി നമുക്ക് വേറെ മക്കളുണ്ടാവില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അപ്പയും അമ്മയും ബാംഗ്ലൂർ പോയി റീകാനലൈസ് ചെയ്യുന്നത്. റീകാനലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാം, അത് പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അമ്മയ്ക്ക് 2 സിസേറിയൻ ആയിരുന്നു. രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ പ്രസവം നിർത്താനുള്ള പ്രൊസീജിയർ ചെയ്തു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് അമ്മയും അപ്പയും മനസ്സിലാക്കുന്നത് ഇത് തെറ്റാണെന്ന്, പ്രസവം നിർത്തുന്നത് തെറ്റാണെന്ന്. അപ്പോൾ വീണ്ടും ജീവനെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറായി. അങ്ങനെ ബാംഗ്ലൂരിൽ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പോയി റീകാനലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ പ്രൊസീജിയർ അത് ചെയ്ത് വീണ്ടും ജീവനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പനോടും അമ്മനോടും ചോദിക്കുമ്പം അവർ ഇനിയൊരു വാവ ഉണ്ടാകുമോ ഞങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ അപ്പയും അമ്മയും തരുന്നൊരു ഉത്തരം ഇതാണ്, അത് ഈശോൻ്റെ ആഗ്രഹം. വാവയോ തരുന്നതോ തരാതിരിക്കുന്നതോ അത് ഈശോൻ്റെ ആഗ്രഹം. പക്ഷെ ഞങ്ങളിത് ചെയ്തത് ഞങ്ങളുടെ മക്കൾക്കൊരു മാതൃകയായി, ഇനിയൊരു തെറ്റ് ഇനിയത്തെ ജനറേഷൻ ചെയ്യരുതെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ നിനക്ക് ഒരു കുഞ്ഞുവാവേനെ ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ
തരണേന്ന്. ഒരു വാവേനെ ഈശോ തരുമ്പോഴും എപ്പോഴും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് തരണേന്ന്. ശരിക്കും ചേച്ചിക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു അല്ലേ? ചെറുപ്പത്തിലെ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിൽ അങ്ങനത്തെ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ചേച്ചി അതിന് ഫോറായിരുന്നു. കല്യാണത്തിന് ശേഷം ചേച്ചി നോബിച്ചേട്ടനായിട്ട് ഇത് ഷെയർ ചെയ്തപ്പോൾ നോബിച്ചേട്ടൻ്റെ മനോഭാവം എന്തായിരുന്നു ഇതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നോബിച്ചേട്ടൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തായിരുന്നു എന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് പൊന്നു ഈ ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ബോധ്യം, നമ്മൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ദൈവം തരുന്നതാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ആ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ ഈ പൊന്നു പറഞ്ഞ ഈ ഒരു കാര്യം പൊന്നുവിനോട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനം, നമ്മളുടേതായ സമയത്തിനോ നമ്മളുടെ സൗകര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യം മാറ്റിവെക്കാതെ ദൈവം തീരുമാനിക്കുന്ന, ദൈവം തരുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്നൊരു തീരുമാനം ഞങ്ങൾ ഒരുമിച്ച് എടുത്തായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ ഒരു തീരുമാനം ഭയങ്കര ഒരു സ്ട്രോങ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. രണ്ടുപേരും ഒരുമിച്ച് തീരുമാനം എടുക്കുമ്പോൾ അവിടെയാണ് ആ മൊമെൻ്റ് തൊട്ട്, അല്ലെങ്കിൽ പൊന്നുചേച്ചിക്ക് നേരത്തെ തൊട്ട് ആ ഒരു കൺവിക്ഷൻ കിട്ടിയതോടുകൂടി സ്വപ്നം കാണാൻ, വാവയ്ക്ക് വേണ്ടി സ്വപ്നം കാണാനായിട്ട് അപ്പം തുടങ്ങിയ ഒരു പ്രിപ്പറേഷനായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഷെയർ ചെയ്തിരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് വിശദീകരിച്ച് തരാനായിട്ട് ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും ഒരു ഗസ്റ്റുമായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് കടക്കാം. ഓവർ ടു യു ടോജിൻ ആൻഡ് മീനു. ഹായ് ടോജിൻ. ഹായ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള കുടുംബം ജോസ് ഡൊമിനിക് നിമ്മി ദമ്പതികളാണ്. ജോസ് ചേട്ടൻ ഏഞ്ചൽസ് ആർമിയുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ഏഞ്ചൽസ് ആർമിയുടെ ആദ്യ കുർബാന ഒരുക്ക ധ്യാനങ്ങൾ, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങൾ, അതുപോലെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങളൊക്കെ ജോസ് ചേട്ടനാണ് നേതൃത്വം നൽകുന്നത്. അതുപോലെ നിമ്മി ചേച്ചി ഏഞ്ചൽസ് ആർമിയുടെ ഇൻ്റർസെഷൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് സഹായിക്കാനുള്ളത്. അപ്പോൾ ഇവർക്ക് 4 മക്കളാണുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്നു. ഇന്നത്തെ വിഷയം കുഞ്ഞുങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യം പറയാൻ, ഞങ്ങൾ വിവാഹത്തിന് മുമ്പേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങിയതാണ്. അപ്പോൾ ജോസേട്ടൻ്റെ അറിവിൽ എന്ന് തൊട്ട് നമുക്ക് ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങാം എന്നൊന്ന് പറയാമോ? ഓക്കെ, ഇതിന് ശരിക്കും ഈ പ്രീ മാരേജ് കോഴ്സിനൊക്കെ ചെല്ലുമ്പോൾ, അവിടെ ക്ലാസ്സിനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ വിവാഹിതരാകുന്ന ആ ഗ്രൂപ്പിനോട് ചോദ്യം ചോദിക്കാറുണ്ട്, എത്ര പേര് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്, ഒന്ന് കൈവക്കാമോ എന്ന് ചോദിക്കും. ഇടയ്ക്കൊന്ന് നമ്മൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും സങ്കടകരമാണ്. അവരുടെ ഒരു വളരെ ഒരു 10% താഴെ, ഒരു 100-150 പേരുണ്ടെങ്കിൽ 5-6 പേരൊക്കെയാണ് ഒരു കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ ഒരു തലമുറ ആ ജീവന് വേണ്ടിയിട്ടുള്ളൊരു തുറവിയുടെ കാര്യത്തിൽ വളരെ പുറകോട്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു സത്യം. അപ്പോൾ ഇത് എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, ഇതിനുള്ള ഒരുക്കം എപ്പോൾ തുടങ്ങണം എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ദൈവം എന്തുമാത്രം ഒരു കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ തരുവാനായിട്ട് സ്വർഗത്തിൽ ഒരുക്കം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിയണം. കാര്യം ഒരു പുരുഷനും സ്ത്രീയും കൈകോർത്തു പിടിച്ച് വിവാഹമെന്ന ഉടമ്പടി ചെയ്തുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ ആ കുടുംബത്തിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടക്കുന്നുണ്ടെന്ന് നമ്മൾ വചനങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കും. അത് സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. സങ്കീർത്തനം 139 പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അല്ലേ ദൈവം നമ്മളെ കണ്ടു. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ഉദരത്തിൽ രൂപം ലഭിച്ച് അത് പുറത്ത് വന്ന് ഒരു 9 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഈ കുഞ്ഞിൻ്റെ രൂപം കാണുന്നത് തന്നെ. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിയാൽ സ്വർഗത്തിൽ ഒരു കുടുംബത്തിലേക്ക് തരാൻ പോകുന്ന കുഞ്ഞിൻ്റെ രൂപം, ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ, മൂക്കുകൾ, കാതുകൾ, അതിൻ്റെ നിറം, ഷേപ്പ്, ഇതെല്ലാം ദൈവം നേരത്തെ ഇത് കാണുന്നുണ്ട്. ആ കുടുംബത്തിലേക്ക് തരാനായിട്ട് ദൈവം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു വിവാഹം കഴിക്കാനായിട്ട്, വിവാഹ ജീവിതമാണ് എൻ്റെ വിളി എന്ന് മനസ്സിലാക്കി അതിലേക്ക് നീങ്ങുമ്പോൾ തന്നെ സ്വർഗത്തിൽ ആ കുടുംബത്തിന് വേണ്ടുന്നൊരു പാക്കേജ്
എത്ര മക്കൾ വേണം, വിവാഹം കഴിഞ്ഞ് എപ്പോൾ വേണം അവനൊരു കുഞ്ഞിനെ കൊടുക്കാൻ. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഈ കുഞ്ഞുങ്ങളിങ്ങനെ തിങ്ങി, ആ സ്നേഹം തിങ്ങിങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവർ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് 2 വർഷം കഴിഞ്ഞ് മതി, 3 വർഷം കഴിഞ്ഞ് മതി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മതി, 2 പല പ്ലാനിങ് അവർ നടത്തുന്നത്. അപ്പോൾ ദൈവം എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവും. കാര്യം അവർക്ക് തരാനായിട്ടുള്ള കുഞ്ഞിനെയും പിടിച്ച് ദൈവം ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മളിങ്ങനെ നീട്ടി വെക്കുമ്പോൾ. അപ്പോൾ എത്ര നേരത്തെ ഇതിൻ്റെ ഒരുക്കം തുടങ്ങാമോ, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൊതി, ഒരാഗ്രഹം, ജീവനോടുള്ള തുറവി അതവർക്ക് വേണം. കാര്യം വിവാഹമെന്ന കൂദാശയിൽ ആ വിവാഹ ദിവസം നമ്മൾ ബലിയർപ്പണം നടത്തുമ്പോൾ അതിൽ പുരോഹിതനേക്കാളും വലിയ പ്രാധാന്യമുള്ള വ്യക്തികളാണ് ഒരു മണവാളിന് മണവാട്ടി. ബലിയർപ്പണം ശരിക്കും പള്ളിയിൽ നടക്കുന്നെങ്കിലും അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് നമ്മളവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഭവനത്തിൽ അന്ന് ആദ്യ രാത്രി നമ്മൾ ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ ബലിയർപ്പണം പൂർത്തിയാവുന്നത്. കാര്യം സഭ ശരിക്കും ഈ മണിയറയെ വിശുദ്ധ ബലിയർപ്പണത്തിലെ ബലിപീഠത്തിനോടാണ് സഭ നമ്മുടെ ദമ്പതികളുടെ മണിയറയെ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മുടെ ബലിയർപ്പണം പൂർത്തിയാകുന്നത്. അപ്പോൾ അത് ശരിക്കും ജീവന് വേണ്ടിയിട്ടുള്ള തുറവിയോടുകൂടി ആയിരിക്കണം. ഒരു കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ദൈവത്തിനോടൊരു ആലോചന, ഒരു പ്രാർത്ഥന, ഒരു ഒരുക്കം, അപ്പോൾ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഓർക്കുമായിരുന്നു, പണ്ട് ഞങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഇതുപോലെ പഠിപ്പിച്ച ടീച്ചർ, ക്ലാസ് ടീച്ചർ ഞങ്ങളെ വന്ന ആ ഒരു സമയത്ത് തന്നെ ടീച്ചർ ഞങ്ങളോട് പറയുമായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം എന്നൊക്കെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറ്റുന്ന പോലെയൊക്കെ ടീച്ചർ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഈ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നമുക്ക് എപ്പോഴേ നേരത്തെ പറ്റുമോ അപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അല്ല, നിങ്ങളുടെ ഞങ്ങളും ഇതുപോലെ 1 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. പൂർത്തിയായോ? പൂർത്തിയായി. പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് ഞങ്ങൾ. എന്തായാലും കർത്താവിൻ്റെ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാണ്. വെരി ഗുഡ്, ഞങ്ങളും പ്രാർത്ഥിച്ചോളാം. ചേച്ചി എങ്ങനെയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതൊക്കെ, പ്രാർത്ഥിച്ചതും? ഞങ്ങൾ ശരിക്കും കല്യാണം കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞാവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ നേരത്തെ ഒരുങ്ങണമെന്ന്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാൻ കുറേ സമയം കിട്ടി. 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞാവ ഉണ്ടായത്. അത് കാരണം കുറച്ച് നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ശരിക്കും ഒരു കുഞ്ഞാവ എന്ന് പറയുന്നത് നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടുണ്ടാകണതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഏഞ്ചൽസ് ആർമിയിലോട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ സഹായം വരുന്നത് കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഉദരത്തിൽ ഉണ്ടായ കുഞ്ഞിന് വേണ്ടി, പിന്നെ ചില ദമ്പതികൾക്ക് വിവാഹം കഴിഞ്ഞിട്ടും ഇല്ലാത്തവർ 10-12 വർഷമായിട്ടും കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥനാ സഹായം ചോദിച്ച് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഒരു പ്രഗ്നൻ്റായ അമ്മ 7ാമത്തെ കുഞ്ഞാവനെ കൺസീവ് ചെയ്തിരിക്കണേണ്. പക്ഷേ ഉദരത്തിൽ വെച്ച് തന്നെ 6 കുഞ്ഞാവയും മരിച്ചുപോയി. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വീട് വാടകയ്ക്ക് എടുത്ത് പ്രഗ്നൻ്റായ ആ സമയം മുതൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിച്ച് 9 മാസവും അവിടെ താമസിച്ച് കുഞ്ഞിന് വേണ്ടി അവർ ഒരുങ്ങണമായിരുന്നു. ആ അമ്മ ആദ്യമൊക്കെ വിളിക്കുമ്പോൾ കരച്ചിലായിരുന്നു. മിക്കവാറും എല്ലാ ആഴ്ചയും വിളിക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ അവർ പോയി. പക്ഷെ അവസാനം ദൈവം അവർക്കൊരു കുഞ്ഞുവാവനെ നൽകി അനുഗ്രഹിച്ച് ഭയങ്കര സന്തോഷത്തോടെയാണ് അവർ വിളിച്ചത്. നല്ലൊരു മിടുക്കൻ ആൺകുഞ്ഞായിരുന്നു അത്. ശരിക്കും ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വില മനസ്സിലാകുന്ന, ഈ പറഞ്ഞ പോലെ പല ദമ്പതികൾക്കും കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളോളം പ്രാർത്ഥിക്കുന്ന അവരുടെ ആ ഒരു വിഷമം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ വില പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുക. നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം അത് ജോസേട്ടന് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം എങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തോബിയാസിൻ്റെ അനുഭവം. ശരിക്കും തോബിയാസിൻ്റെ ജീവിതത്തിലേക്ക് സാറയെ ചേർത്ത് കൊടുക്കുവാനായിട്ട് ശരിക്കും ദൈവം ഒരു റാഫേൽ മാലാഖയെ തന്നെ അയച്ചു കൊടുക്കണം. എന്നിട്ട് അവൻ്റെ യാത്രയിൽ അവൻ കുടുംബജീവിതത്തിലേക്ക് മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കുവാനായിട്ട് എന്തുമാത്രം ക്രമീകരണമാണ് ദൈവം ചെയ്തു കൊടുക്കുന്നത്.
പോകുന്ന വഴിക്ക് ഒരു മത്സ്യത്തെ പിടിക്കുന്നു. മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഒക്കെ സൂക്ഷിക്കാൻ പറയുന്നു. അത് വെച്ച് പുകക്കുന്നു. അങ്ങനെ സാറ കല്യാണം കഴിച്ച 7 പേരെ വിവാഹം കഴിച്ചു. അവർ ആദ്യ രാത്രി തന്നെ മരിച്ചു പോയായിരുന്നു. ഇവരിത് പുകച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ആ അന്ധകാര ശക്തി ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണാണ്. അങ്ങനെ ശരിക്കും ദൈവം എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാലാഖയെ പോലും സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളത് പ്രാർത്ഥിച്ചാൽ മതി. വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഹെയിൽ മേരി പോലും വേസ്റ്റായി പോവില്ല. അത് മുതൽക്കൂട്ടാണ് നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം എന്തും തരാൻ തയ്യാറായിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ മാത്രം മതി. അതെ, ഇതിപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനാണെങ്കിലും ഇനി എന്തേരെ എത്രത്തോളം ഒരുങ്ങണമെന്ന് മനസ്സിലായി കാണുമായിരിക്കും. കല്യാണത്തിന് ഒരുങ്ങുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ വളരെ നന്ദി ജോസേട്ടാ, ചേച്ചി. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു മനു ആൻഡ് എൽറിയ. താങ്ക് യു ടോജൻ ആൻഡ് മീനു. ശരിക്കും ജോസ് ഡൊമിനിക് അങ്കിൾ പറഞ്ഞത് ഇന്നത്തെ ഒരു ജനറേഷനിൽ ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരും വിവാഹത്തിലേക്ക് കയറുമ്പോൾ ഇന്ന് 1 or 2 മതി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി, കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാവാം എന്നുള്ള ഈ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും ഒരു വിവാഹത്തിലൂടെ ഒരു കപ്പിള് ജോയിൻ ആവുമ്പോൾ ആ ദൈവത്തിൻ്റെ മനസ്സിൽ അപ്പോഴേ കുഞ്ഞിനെ രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. ആ ടൈമിൽ തന്നെ ശരിക്കും ദൈവത്തിൻ്റെ സ്വപ്നത്തിനെ നമ്മൾ വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിനോട് ഒരു വെയിറ്റ് പറയുന്നത് പോലെയാണ് നമ്മൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കുറച്ചും കൂടി ആഴത്തിൽ അഡ്വൈസസും കാര്യങ്ങളെല്ലാം കേൾക്കാനായി ജെർണച്ചനിലേക്ക് പോവാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമെല്ലാം ഒരു കുഞ്ഞിന് വേണ്ടി എപ്പോൾ മുതൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. നമ്മൾ വിവാഹത്തിനൊരുക്കത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ചു. 3 ലെവലായിട്ടുള്ള ഒരുക്കങ്ങൾ: അകന്നൊരുക്കം, അടുത്തൊരുക്കം, ഏറ്റവും അടുത്തൊരുക്കം. അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ വരവിലും ഈ 3 ഒരുക്കങ്ങളുണ്ട്: അകന്നൊരുക്കം, അടുത്തൊരുക്കം, ഏറ്റവും അടുത്തൊരുക്കം. അകന്നൊരുക്കമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. എപ്പോൾ മുതൽ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങണം? എനിക്ക് തോന്നുന്നു, എന്ന് നിങ്ങളുടെ ജീവിത വെളി വിവാഹമാണെന്ന് തിരിച്ചറിയുന്നു, ആ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ 1ാം പാഠം. അതിന് ഏറ്റവും നല്ല മാതൃക പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദ വനിതകളും രക്ഷകൻ വരുമെന്ന് വിചാരിച്ച് അവരുടെ ബാല്യം മുതലേ പ്രാർത്ഥിച്ചൊരുങ്ങുമായിരുന്നു, എന്നെ രക്ഷകൻ്റെ അമ്മയാക്കണമേ. ഇതൊരു നല്ല പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയമായി ചെറുപ്പക്കാരും യുവാക്കളും വിവാഹത്തിന് ഒരുങ്ങുന്നവരെല്ലാം പ്രാർത്ഥിക്കട്ടെ. അവരുടെ യൗവനം മുതലൊക്കെ തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ, എന്നെ നല്ലൊരു അപ്പനാക്കണമേ, എന്നെ ഒരു നല്ല അമ്മയാക്കണമേ എന്ന്. വിവാഹം എന്ന വിളിയെപ്പറ്റി പറയുമ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്: സ്നേഹത്തിൽ ഒന്നാവുക, ജീവനെ ആ സ്നേഹത്തിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ ജനിപ്പിക്കുക. സ്നേഹദായകവും ജീവദായകവും. സ്നേഹദായകം എന്ന വിവാഹത്തിന് വേണ്ടി ഒരുക്കത്തെയും ജീവദായകം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഒരുക്കത്തെയും നമുക്ക് പറയാം. ജീവദായകം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിന് തുല്യരാവുകയാണ്. അതായത് ഒരു കപ്പിൾ, ഭർത്താവും ഭാര്യയും ജന്മം കൊടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാവുകയാണ്. എത്രയോ മഹോന്നതമായൊരു സ്ഥാനമാണ് അന്നേരം ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ദൈവം കൊടുക്കുന്നത്. ദൈവത്തിന് തുല്യരാക്കുകയാണ് സൃഷ്ടികർമ്മത്തിൽ. ദൈവത്തിന് തുല്യരായ ആ പ്രക്രിയയിൽ പങ്കെടുക്കണമെങ്കിൽ എന്തുമാത്രം നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ടാണ് ഈ അകന്ന ഒരുക്കം ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു തുടങ്ങുന്നത്. 2ാമത്തെ കാര്യം, ഈ അകന്ന ഒരുക്കത്തിൽ പ്രധാനപ്പെട്ടത് ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. അത് ഞാൻ പഠിച്ചത് എൻ്റെ സുഹൃത്തിൽ നിന്നാണ്. അവളുടെ വിവാഹം ഏകദേശമൊക്കെ ഒരുങ്ങി അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 5-6 മാസത്തെ ഗ്യാപ്പുണ്ട്. വിദേശത്താണ്. അവളുടെ കെട്ടാൻ പോകുന്ന പയ്യനും വിദേശത്ത് തന്നെയുള്ള ആളാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് നല്ല വിശുദ്ധനായ, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കുടുംബത്തെ അംഗീകരിക്കുന്ന, എൻ്റെ ജോലിയൊക്കെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ സമയം മുതലൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് അതുപോലെ തന്നെ എന്നെ മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കിട്ടി. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഒറ്റ പോയിന്റിൽ മാത്രം: എപ്പോൾ കുഞ്ഞ് വരണം, എത്ര കുഞ്ഞുങ്ങൾ വരണം,
ഇക്കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ രണ്ടറ്റത്താണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി. കാരണം അദ്ദേഹത്തിന് താല്പര്യമനുസരിച്ച് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വേണ്ട. കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്കൊന്ന് സെറ്റിൽ ആവാൻ, നമുക്ക് നല്ലൊരു വീട് വാങ്ങാൻ, കാറ് വാങ്ങാൻ, കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം, നമ്മൾ തമ്മിൽ സ്നേഹിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് 2 വർഷമോ കഴിഞ്ഞിട്ട് കുഞ്ഞുമതി എന്നുള്ളതാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷെ അവൾ പറയുന്നത് അങ്ങനെയല്ല, കർത്താവിൻ്റെ സമയത്ത് കുഞ്ഞു വരണം. എന്നിട്ട് അവളൊരു കൺഫെഷൻ പോലെ പറയുകയാണ്, എനിക്ക് ചെറിയ തെറ്റുപറ്റി, ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചത് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അല്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. നല്ലൊരു ഭർത്താവിനൊപ്പം നല്ലൊരു അപ്പനാവാൻ കൂടി സാധ്യതയുള്ള ഒരാളെ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചെറുപ്പക്കാരി പെണ്ണ് നമ്മൾ വലിയൊരു സുവിശേഷം പഠിപ്പിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ആവട്ടെ. നല്ലൊരു ഭാര്യയ്ക്ക് വേണ്ടി, നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നല്ലൊരു പേരൻ്റ് ആവാൻ കൂടി വിളിയുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോ പെണ്ണിനോ രണ്ടുപേരിൽ ഒരാൾക്ക് കൂടുതൽ മക്കൾ വേണമെന്നും വലിയ കുടുംബം വേണമെന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷെ മറ്റേയാൾ വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. ഒരു പക്ഷേ ചില പൊട്ടയായ തെറ്റായ ധാരണകളും പഠനങ്ങളൊക്കെ തലയിൽ കയറി കൊണ്ടായിരിക്കും. വളരെ കൺഫ്യൂഷനും വളരെ പ്രശ്നങ്ങൾക്കൊക്കെ കല്യാണത്തിന് ആദ്യ നാളുകളിൽ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അകന്നൊരുക്കത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ, എനിക്ക് നല്ലൊരു അപ്പനാവാൻ സാധ്യതയുള്ള, നല്ലൊരു അമ്മയാവാൻ സാധ്യതയുള്ള ഒരാളെ തന്നെ എനിക്ക് തരണമേ എന്ന്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യമാണ് ഈ അകന്ന ഒരുക്കത്തിൽ ചെയ്യേണ്ട പ്രത്യേക കാര്യം. അതും എൻ്റെ ഒരു സുഹൃത്ത്, ചെറുപ്പക്കാരനായ ഒരു അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ എൻ്റെ തന്നെ സമപ്രായക്കാരൊക്കെ ആയ കസിൻസൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി തുടങ്ങി. ഞാനപ്പോൾ അവരുടെ വീട്ടിലിടക്കിടക്ക് പോകുമായിരുന്നു. എന്നിട്ട് അവരെങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്പനായപ്പോൾ അവരുടെ ജീവിതത്തെ പരിമപ്പെടുത്തിയൊക്കെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമായിരുന്നു. ചില സംശയങ്ങളൊക്കെ അവരോട് ചോദിക്കുമായിരുന്നു. എൻ്റെ തന്നെ പേരൻസിനോട് ഞാൻ ചോദിക്കുമായിരുന്നു. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു ഹാൻഡിൽ ചെയ്യുന്നു, പള്ളി വെച്ച് കരച്ചിലുണ്ടാക്കുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഒരു പൊതുവേദിയിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുപോകും, ഇതുപോലെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ബാക്കിയൊക്കെ കുറച്ച് പുസ്തകം വായിച്ചും ഗൂഗിളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറുപ്പക്കാരൻ നമ്മൾ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. കല്യാണത്തിന് മുമ്പേ ഈ ഗൃഹപാഠങ്ങൾ നന്നായിട്ട് ചെയ്തൊരുങ്ങാൻ നമുക്ക്. അപ്പം നമുക്ക് നല്ല ഒരു അപ്പനാവാം, നല്ലൊരു അമ്മയാവാം. ഇങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റും. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ്, പരിശുദ്ധ അമ്മേനെയൊക്കെ പോലെ തന്നെ എപ്പോൾ വിവാഹമാണ് ജീവിത വിളിയും തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നല്ലൊരു അപ്പനാവാൻ, നല്ലൊരു അമ്മയാവാൻ നമുക്കൊരുങ്ങാം. രണ്ടാമതായിട്ട്, ജീവിത പങ്കാളി നല്ലൊരു അപ്പനും അല്ലെങ്കിൽ നല്ലൊരു അമ്മയുമാകാൻ കെൽപ്പുള്ള ഒരാളെ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. അവസാനമായിട്ട്, ഈ ഒരു അപ്പനാവാൻ അമ്മയാവാനുള്ള ചില ഗൃഹപാഠങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് പഠിക്കാം. നമുക്ക് ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ മുഴുവൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ വിവാഹത്തിനൊരുങ്ങുന്നവർ, വിവാഹമാണ് ജീവിതവിളി എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരൊക്കെ സമർപ്പിക്കുന്നു. അവർക്ക് വലിയ കൃപ കൊടുക്കണമേ. പ്രത്യേകിച്ച് നല്ലൊരു അപ്പനും അമ്മയോ ആവാനുള്ള വലിയൊരു കൃപയും വലിയൊരു ജ്ഞാനവും, സ്വർഗത്തിന് ജ്ഞാനമാണല്ലോ അവർ മാറ്റുന്നത്, വലിയ വിവേകമൊക്കെ കൊടുക്കണമേ. എന്തെങ്കിലുമൊക്കെ തെറ്റായ പഠനങ്ങളോ ധാരണകളോ ഒക്കെ അവരുടെ ജീവിതത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ, പ്രത്യേകമായിട്ട് ഈ ഒരു രാത്രിയിൽ ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വെട്ടം അയച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കണമേ. വലിയ ഇടപെടൽ ഈ രാത്രി ഉണ്ടാവട്ടെ. ഒത്തിരി ബോധ്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാർ നിറയട്ടെ. തെറ്റായ ബോധ്യങ്ങൾ മാറി സ്വർഗത്തിൻ്റെ ബോധ്യങ്ങളും സ്വർഗത്തിൻ്റെ മൂല്യങ്ങളും കൊണ്ട് അവർ നിറയട്ടെ. അവരിപ്പോൾ തന്നെ മനോഹരമായി അപ്പന്മാരും അമ്മമാരുമായി ജീവിക്കാനുള്ള കൃപകൾ ആർജിക്കട്ടെ. മക്കളെ സ്വപ്നം കണ്ട് അവർ പ്രാർത്ഥിക്കട്ടെ. വലിയ തലമുറയെ സ്വപ്നം കണ്ട് അവർ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരായ അപ്പന്മാരെ അമ്മമാരെ ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു അച്ഛ. താങ്ക് യു അച്ഛ. ശരിക്കും അച്ഛൻ ഭയങ്കര സിമ്പിളായിട്ട്, ടു ദ പോയിന്റ്, ഭയങ്കര ക്രിസ്പായിട്ട് നല്ല രീതിയിൽ അച്ഛൻ ഒരു അഡ്വൈസാണ് നമുക്ക് തന്നത്. നമുക്ക് എന്തുകൊണ്ടും ഇപ്പോഴത്തെ തലമുറയ്ക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അച്ഛനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. എന്തായാലും ഇനി നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ കുറിച്ച്, ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ അടുത്ത എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു നോബിചേട്ടാ. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗുഡ് ന്യൂസിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.
തുടങ്ങുന്നു. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു.